ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പൂരി ബാജി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നല്ല പഫി ആയിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂടാതെ പൂരി ഹാർഡായി പോകുമെന്നുള്ള പേടിയും വേണ്ട. എന്നാൽ ഉടനെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ബാജിക്ക് ആവശ്യമായിട്ടുള്ള കിഴങ്ങും ക്യാരറ്റും ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഒരു വലിയ കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിന് പകരം മീഡിയം സൈസുള്ള 2 കിഴങ്ങ് എടുത്താൽ മതിയാകും. കട്ട് ചെയ്തെടുത്ത കിഴങ്ങ് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റിന്റെ പകുതി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതൽ അളവിൽ ക്യാരറ്റ് ചേർത്താൽ ആലു ബാജിയുടെ ടേസ്റ്റ് മാറും. അങ്ങനെ വരാതിരിക്കാൻ കുറഞ്ഞ അളവിലാണ് ഞാനിവിടെ ക്യാരറ്റ് ചേർക്കുന്നുള്ളൂ. ക്യാരറ്റ് കൂടി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ക്യാരറ്റും കിഴങ്ങും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി കുക്കർ അടച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ആദ്യ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടും പിന്നീട് ഒരു 3-4 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടും വേണം കിഴങ്ങ് വേവിക്കാൻ. ഈ സമയം കൊണ്ട് നമുക്ക് പൂരിക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ഓയിൽ കൂടി ഈ സമയം ചേർക്കണം. 1/2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മാവ് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഇടവിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എടുത്ത വെള്ളത്തിന്റെ പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് മാവ് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് വെള്ളം ആവശ്യം വരുന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. മാവിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത 1 കപ്പ് വെള്ളത്തിൽ പകുതിയിലധികം ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി മാവിന് മുകളിലായി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. പത്തോ 15 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാവ് നന്നായി സോഫ്റ്റായി വരും. ഈ സമയം കൊണ്ട് നമ്മുടെ കിഴങ്ങും ക്യാരറ്റെല്ലാം നന്നായി വെന്ത് പ്രഷർ കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ടാകും. ഇനി ബാജി തയ്യാറാക്കി തുടങ്ങാം. അതിനായി ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ആവശ്യത്തിന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കണം. ഈ പരിപ്പുകളെല്ലാം നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുതായി ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 2 ഉണക്കമുളക് നടുവേ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഏകദേശം 2-3 മിനിറ്റ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ നേരം വഴറ്റി ഉള്ളിയുടെ കളർ മാറേണ്ട ആവശ്യമില്ല. ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തത്. 10-15 സെക്കൻഡ് വീണ്ടും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ചു മാറ്റി വെച്ചിട്ടുള്ള കിഴങ്ങും ക്യാരറ്റും ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം നന്നായി ഒന്ന് ഉടച്ച് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ആലു ബാജി ഇവിടെ തയ്യാറായി കഴിഞ്ഞു.
ഈ സമയം പൂരി തയ്യാറാക്കി തുടങ്ങാം. തയ്യാറാക്കി വെച്ച മാവ് 6 ബോൾസായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൂരി പരത്തിയെടുക്കാൻ ആവശ്യത്തിനായി കുറച്ച് ഗോതമ്പ് പൊടി കൂടി ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി പരത്തി തുടങ്ങാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ ബോൾ വീതം എടുത്ത് നന്നായി ക്രാക്സ് എല്ലാം കളഞ്ഞ് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുത്ത് പരത്തിയെടുക്കണം. ഈ ഒരു തിക്നെസ്സിൽ വേണം ഓരോ പൂരിയും പരത്തിയെടുക്കാൻ. എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് പൂരി ചുട്ടു തുടങ്ങാം. ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രത്തിൽ എണ്ണയെടുത്ത് ചൂടാക്കി അതിലേക്ക് ഓരോ പൂരിയായി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ പൂരി ഇട്ട് കൊടുക്കാവൂ. അപ്പോഴാണ് ഇത് നല്ല രീതിയിൽ പൊങ്ങി വരികയുള്ളൂ. പൂരി തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് എണ്ണയുടെ ചൂടും അതുപോലെ തന്നെ പൂരിയുടെ തിക്നെസ്സുമാണ്. ഇത് രണ്ടും ഓക്കെ ആവുകയാണെങ്കിൽ പൂരി ഇതുപോലെ നന്നായി പൊങ്ങി വരും. പരത്തിയെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേ കട്ടിയിൽ വരാൻ ശ്രദ്ധിക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ പൂരി ഇട്ട് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ പൊങ്ങി മുകളിലേക്ക് വരികയാണെങ്കിൽ പൂരിയുടെ തിക്നെസ്സും അതുപോലെ എണ്ണയുടെ ചൂടും കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഇങ്ങനെ പൊങ്ങി വന്ന പൂരി ഉടനെ തന്നെ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മറുഭാഗം കൂടി നന്നായി മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇതുപോലെ എല്ലാ പൂരിയും ചുട്ടെടുക്കണം. വീഡിയോയിൽ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല പൂരി ഭാജി വീട്ടിൽ തയ്യാറാക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.